എഴുത്തുകാർക്കെതിരായ അക്രമം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ സാഹിത്യ അക്കാദമി പ്രമേയം പാസാക്കി. അവാർഡുകൾ തിരിച്ചു നൽകിയ നടപടി പിൻവലിക്കണമെന്നും എഴുത്തുകാരോട് അക്കാദമി ആവശ്യപ്പെട്ടു. എഴുത്തുകാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന പ്രമേയത്തിലൂടെ സാഹിത്യ അക്കാദമി ആവശ്യപ്പെട്ടു. എഴുത്തുകാർക്കെതിരായ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരുകൾ ജാഗ്രത പുലർത്തണം. അതേസമയം പ്രതിഷേധ സൂചകമായി പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയ എഴുത്തുകാരോട് തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യവും സാഹിത്യ അക്കാദമി മുന്നോട്ട് വയ്ക്കുന്നതായി ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ കൃഷ്ണസ്വാമി നാച്ചിമുത്തു പറഞ്ഞു. കേന്ദ്ര സർക്കാരോടും സംസ്ഥാന സർക്കാരുകളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ആവർത്തിക്കരുത്, ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും നാട്ടിലെ ആവർത്തിക്കരുത്. അതിനുള്ള ലോ ആൻഡ് ഓർഡർ എടുക്കണം. ബാക്കി എല്ലാവരും ബോധവൽക്കരണം ചെയ്യണം എന്നുള്ള രീതിയിൽ തീരുമാനം. സാഹിത്യ അക്കാദമിയിലെ സ്ഥാനമാനങ്ങൾ രാജിവെച്ച സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ളവരോട് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകും. എന്നാൽ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെന്ന അക്കാദമി അവാർഡ് തിരിച്ചു നൽകിയ നടപടിയിൽ ഉറച്ചു നിൽക്കുന്നതായും സാറാ ജോസഫ് പ്രതികരിച്ചു. സാഹിത്യ അക്കാദമി പ്രമേയം പാസാക്കിയതിന്റെ പേരിൽ ഇത് തിരിച്ചെടുക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ അക്കാദമി മൗനം പാലിക്കാനിടയായ സാഹചര്യം അതേപടി നിലനിൽക്കുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്നുള്ള രാജി തീരുമാനം പിൻവലിക്കില്ലെന്ന് പി.കെ. പാറക്കടവും വ്യക്തമാക്കിയിട്ടുണ്ട്. കൽബുർഗി വിവാദത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി ആസ്ഥാനത്തിന് മുന്നിൽ എഴുത്തുകാർ പ്രതിഷേധ പ്രകടനം നടത്തി. അതേസമയം തന്നെ പുരസ്കാരം മടക്കി നൽകിയ എഴുത്തുകാരുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചുകൊണ്ട് സാഹിത്യകാരൻ നരേന്ദ്ര കോഹ്ലിയുടെ നേതൃത്വത്തിലും സാഹിത്യ അക്കാദമിയുടെ മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. റിപ്പോർട്ടർ, ദില്ലി.